ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഗുരുവായൂർ ഉത്സവമായിട്ട് നിങ്ങളൊക്കെ ഉത്സവത്തിന് പോയിരുന്നോ? ഗുരുവായൂരപ്പൻ്റെ ഉത്സവം തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 8ാം നാൾ. പല കാരണങ്ങൾ കൊണ്ടും എനിക്കും അമ്മയ്ക്കും അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല. ഭഗവാൻ ഒരു നോക്ക് കാണാനോ അവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കാനോ അവിടുന്ന് ഭഗവാന്റെ പ്രസാദമായ അന്നദാനം കഴിക്കാനോ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമം നല്ല രീതിയിൽ മനസ്സിലുണ്ടായിരുന്നു. ഓരോ ദിവസം കൂടുന്തോറും ആഗ്രഹം ഇങ്ങനെ കൂടി വരിക. അങ്ങനെ 8ാം നാളിലാണ് ഞങ്ങളുടെ സുഹൃത്തായ മല്ലികേച്ചി വഴി ഈ അന്നദാനം ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഉത്സവത്തിൻ്റെ 8ാം നാൾ ഉച്ചയ്ക്ക് ഏട്ടനും ഞാനും കൂടി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ഏട്ടൊരു ചോദ്യമാണ്, ഗുരുവായൂർ ഉത്സവമല്ലേ, നിങ്ങൾ കാണാൻ പോണില്ലേ എന്ന്. അത് കേട്ടോടുകൂടി എനിക്ക് മനസ്സിന് വിഷമം കൂടി. ദൈവമേ, എനിക്കങ്ങോട്ട് പോകാൻ പറ്റണില്ലല്ലോ എന്നുള്ള വിഷമമായി. പിന്നെ ചോദിച്ചു, അവിടുത്തെ അന്നദാനം കഴിക്കണില്ലേ പോയിട്ട് എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് കൂടുതലും വിഷമമായി. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ഗുരുവായൂർ അമ്മേനായിട്ട് പോവാറുണ്ട്, തൊഴുതു പോരാറുണ്ട്. പക്ഷെ ഉത്സവമായിട്ട് എനിക്ക് പോകാൻ പറ്റണില്ലല്ലോ എന്നുള്ള വിഷമമായിരുന്നു മനസ്സിൽ മൊത്തം. ഏട്ടൻ്റെ ചോദ്യം കൂടി ആയപ്പോൾ വിഷമം കൂടി. അങ്ങനെ ഭഗവാനോട് പരാതിയൊക്കെ പറഞ്ഞു കേട്ടോ. ഏട്ടൻ്റെ കോൾ വെച്ചതിന് ശേഷം ഗൾഫിലുള്ള ഏട്ടൻ വരെ ഇതിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഉച്ച നേരത്ത് വിഷമിച്ചിരുന്ന ആ നേരത്തെ ഒരു ഒറ്റ കോളാണ് മല്ലികേച്ചിയുടെ അന്നദാനം നമുക്ക് എത്തിക്കാനായിട്ട്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞു. മല്ലികേച്ചി ജോലി ചെയ്യുന്നത് ഗുരുവായൂരടുത്താണ്. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഫുഡായിട്ട് വന്നു. ആ ഫുഡ് വാങ്ങാനായിട്ട് അമ്മ അങ്ങോട്ട് പോയി. സന്ധ്യ നേരത്ത് കുളി കഴിഞ്ഞ് നാമം ജപിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിലേക്ക് ഈ അന്നദാനം എത്തുന്നത്. ഉച്ചയ്ക്ക് വിഷമിച്ചിരുന്ന സന്ധ്യ സമയത്ത് ഭഗവാന്റെ ഈ പ്രസാദം അന്നദാനം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് വിചാരിച്ചു. ഈ ഭക്ഷണം കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. അതിനുശേഷമാണ് സന്തോഷത്തോടെ ഞാൻ ഇത് വിളമ്പി കഴിക്കാതിരുന്നത്. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് വളരെ മനസ്സ് നിറഞ്ഞ് ഈ അന്നദാനം കഴിക്കാനായിട്ടിരുന്നു. മാമ്പഴ പുളിശ്ശേരിയും പപ്പടവും ചോറുമാണ് മല്ലികേച്ചി കൊണ്ടുവന്നത്. വീട്ടിലുണ്ടായിരുന്ന കടുമാങ്ങച്ചാറും കൂട്ടി അസ്സലാവോണം ഞങ്ങൾ ഊണ് കഴിക്കായിരുന്നു. ഭഗവാന്റെ ഈ പ്രസാദത്തെ പറ്റിയിട്ട് എങ്ങനെ വാക്കുകളിലൂടെ വർണ്ണിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയ്ക്കും രുചിയുണ്ടായിരുന്നു കേട്ടോ ഈ ഭക്ഷണത്തിന്. മല്ലികേച്ചിയോട് ഈ ഒരു അവസരത്തിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് മാത്രമല്ല, മല്ലികേച്ചിയിലൂടെ ഒരുപാട് പേർക്ക് ഇതുപോലെ ഭഗവാന്റെ പ്രസാദം എത്തിയിട്ടുണ്ട്. അതിന് ഭഗവാൻ നിമിത്തമാക്കിയതാണ് മല്ലികേച്ചെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുമ്പോഴും സംസാരിക്കാൻ പാടില്ലെന്ന് പറയാം. പക്ഷേ ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് നാവിൻ്റെ തുമ്പത്ത് തട്ടുമ്പോൾ തന്നെ അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ രുചിയെക്കുറിച്ച് ഞാനമ്മയും പരസ്പരം വർണ്ണിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു. അതിൽ ഒറ്റ മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. ആ മാങ്ങ അമ്മ എന്നോട് എടുത്തു എന്ന് പറഞ്ഞു കേട്ടാ. നല്ല രുചിയായിരുന്നു ഭക്ഷണത്തിന്. അപ്പോൾ ഈ ഭക്ഷണം എന്നിലേക്ക് എത്തിച്ച ഭഗവാനോടും അതുപോലെ തന്നെ ഭഗവാൻ നിയോഗിച്ച മല്ലികേച്ചിയോടും നന്ദി പറയുന്നു.